കർണാടകയിലെ അഷ്റഫ് മാലിക് ഉസ്താദ് കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞ വിവരം നിങ്ങൾക്കൊക്കെ അറിയാം. പുഴയിലായിരുന്നു അവരുടെ അന്ത്യമെന്ന് പറയുന്നത്. പലരും സോഷ്യൽ മീഡിയയിൽ ആത്മഹത്യ ഹറാമാണെന്ന് പറയുന്ന ഉസ്താദ് തന്നെ ആത്മഹത്യ ചെയ്താൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്നത് കണ്ടു. ഒറ്റ ഉദാഹരണം പറയാം. ചെറിയൊരു ടെൻഷൻ ബാധിച്ചാൽ നമുക്ക് പരിസരത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു വിഷയമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമാകുമോ? ആ ടെൻഷന് കാരണം സ്വബോധം ഉണ്ടാവുമോ? ആ ടെൻഷന് കാരണം തൻ്റെ പലിശക്കടവും ജീവിക്കാനുള്ള വഴികളുമില്ലാതെ വേദനയോടെ എന്തു ചെയ്യണമെന്നറിയാതെ മാനസിക നില തെറ്റായിരിക്കും ചിലപ്പോൾ ഉസ്താദ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുക. എന്നാൽ റബ്ബിൻ്റെ അടുക്കൽ അത് കുറ്റം ഉണ്ടാകില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മാനസിക നില തെറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആഖിറം വെളിച്ചാക്കി കൊടുക്കട്ടെ. ഒരു ജനറൽ ബോഡി കഴിഞ്ഞപ്പോൾ ഒരു മഹല്ലിനെ സംസാരിക്കുമ്പോൾ ആ മഹല്ലുകാരനോട് പറഞ്ഞത്, ഉസ്താദെ കഴിഞ്ഞ വർഷം 35 ലക്ഷം ബാക്കിയുണ്ടായിരുന്നു കഴിഞ്ഞ കമ്മിറ്റി. ഏതായാലും ഈ വർഷത്തെ കമ്മിറ്റി ഒരു 50 ലക്ഷമെങ്കിലും പള്ളി കമ്മിറ്റി ബാക്കി വെച്ചിട്ടേ ജനറൽ ബോഡി നടക്കൂ. അത്രയും അവർ വാശിയിലാണെന്ന് പറഞ്ഞു. ആർക്ക് വേണ്ടിയാണോ? ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി സമ്പാദിക്കുന്നത്? ഒരു ഉസ്താദിന് 100 രൂപ ശമ്പളം കൂട്ടണമെന്ന് പറയുമ്പോൾ എത്ര നാവുകൾ ഉയർന്നു പൊങ്ങുന്നുണ്ട്. 70% ഉസ്താദുമാരും 15,000-ന് താഴെയാണ് ശമ്പളം വാങ്ങുന്നത്. അപ്പോൾ ചില കമൻറ്റുകൾ കണ്ടു, അതിനനുസരിച്ച് മറ്റു ജോലികൾ ചെയ്യാൻ ഉസ്താദുമാർ പഠിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, പള്ളിയും മദ്രസയും മാത്രം നോക്കുന്ന ഒരു ഉസ്താദിന് എന്ത് ജോലിയാണ് പ്രിയപ്പെട്ടവരെ ചെയ്യാൻ പറ്റുക? ഒരു സെക്കൻഡ് പള്ളിയിൽ നിന്ന് മാറിയ. കഴിഞ്ഞ വർഷം എനിക്കറിയാം, ഒരു പ്രിയപ്പെട്ട ഉസ്താദ് എന്നെ ഒരു സഹായത്തിന് വേണ്ടി വിളിച്ചു. ഉസ്താദെ ജോലിയില്ലെന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്തെന്നറിയോ? ഉസ്താദെ വീട്ടിൽ നിന്ന് അത്യാവശ്യമായിട്ട് മക്കൾ വിളിച്ചു, ഞാൻ അത്യാവശ്യത്തിന് വേണ്ടി പോയതാണ്, പള്ളിയിൽ നിന്ന് ചോദിക്കാതെ പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് കമ്മിറ്റിക്കാർ പുറത്തിട്ട് പോലും. എൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണോ ഈ ദീനും പള്ളിയെന്ന് പറയുന്നത്? ചോദിക്കാതിരിക്കാൻ പറ്റൂല. മൊഞ്ചു കൂട്ടുന്ന മിനാരങ്ങളും മൊഞ്ചു കൂട്ടുന്ന പള്ളികളും, കോടികളുടെ പള്ളികളല്ലാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ? എത്ര ഒരു സൊഫിൽ എത്ര ആളുകൾ ഉണ്ടാകും നിസ്കരിക്കാൻ വേണ്ടി? പള്ളികൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന പള്ളിയാണെങ്കിലും ഓക്കെ, അല്ലാത്ത എല്ലാ പള്ളികളിലും എത്ര ആളുകൾ നിസ്കരിക്കാനുണ്ട്? കോടികളില്ലാതെ നിങ്ങൾക്ക് പള്ളി നിർമ്മിക്കാൻ പറ്റുമോ? വർഷങ്ങളായി 30 വർഷം മഹലിൽ ജോലി ചെയ്ത ഉസ്താദിന് ശമ്പളം നിങ്ങൾക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ? എൻ്റെ യുവാക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ഫുട്ബോളിലുള്ള ലഹരിയൊക്കെ ഉണ്ടല്ലോ, ഇതേ ഒരു ലഹരി ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഉസ്താദുമാരുടെ ജീവിത വേതനത്തിന് അവർക്ക് തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ജീവിക്കാനുള്ളൊരു വകയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഓരോ മഹലിലെയും യുവാക്കൾക്കൊന്ന് സംസാരിക്കാൻ പറ്റും. ഒരു കാലത്ത് സ്ത്രീധനം വർദ്ധിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ യുവാക്കളാണ് ഇന്ന് സ്ത്രീധനം ഇല്ലായ്മ ചെയ്തത്. നിങ്ങളാണ് നമ്മൾക്ക് അഭിമാനം. നിങ്ങളുടെ യുവത്വം ഇത്തരം വിഷയങ്ങൾക്കൊന്ന് ചെലവഴിക്കാൻ പറ്റുമോ? മറ്റൊരു അഷ്റഫ് ഉസ്താദ് വെള്ളത്തിലേക്ക് ചാടി മരിക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കൂ. കഴിഞ്ഞ കൊറോണ കാലത്ത് ഞാൻ ചോദിക്കട്ടെ, റോട്ടിൽ കപ്പ വിറ്റത് ഏത് മതം പഠിച്ച മതാധ്യാപകരാണ്? ഇവൻ്റെ ക്രിസ്ത്യാനിയുടെ ഏതെങ്കിലും മതം പഠിച്ച ഏതെങ്കിലും ഒരാൾ റോഡ് വക്കിൽ കിഴങ്ങ് വിറ്റത് അല്ലെങ്കിൽ കൊള്ളി വിറ്റത് മരച്ചീനി വിറ്റത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉസ്താദുമാർ എന്തൊക്കെ പണി കഴിഞ്ഞ കൊറോണ കാലത്തെടുത്തു. മീൻ വിറ്റു. എത്രയോ ഉസ്താദുമാർ അവരുടെ ഫീൽഡ് വിട്ട് മറ്റു രീതിയിലേക്ക് പോയി. അവർക്ക് മുന്നേ ഫീൽഡ് വിട്ട് നിൽക്കാൻ പറ്റാത്ത കൊണ്ടൊന്നുമല്ലല്ലോ, അവർക്കും ജോലി അറിയാത്ത കൊണ്ടൊന്നുമല്ല. ഒരു 10 വർഷം ഇൽമു പഠിക്കുമ്പോൾ സമുദായം തന്ന ചോറൊക്കെ തന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ സമുദായത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകണ്ടേ? അത് നമുക്ക് സേവനമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റണ്ടേ എന്ന് കരുതിക്കൊണ്ടാണ്. അല്ലെങ്കിൽ ബിസിനസ്സിന് എല്ലാ ഉസ്താദുമാർക്ക് ഇറങ്ങാൻ പറ്റാത്തൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു അഷ്റഫ് ഉസ്താദിൻ്റെ വാർത്ത വരുന്നതിന് മുമ്പ് നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാ മഹല്ലിലും ഇടപെടണം. മഹല്ലിൽ സമ്പത്തൊന്നും ബാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. അത് ഇസ്ലാമിൻ്റെ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സമ്പത്തുള്ളത്. അത് നല്ലതുപോലെ ഉപയോഗിക്കാൻ ആണത്തുള്ള കമ്മിറ്റിക്കാരുണ്ടോ എന്നെങ്കിലും നിങ്ങൾ മുമ്പോട്ട് പോവാ. അല്ലാതെ കീടങ്ങളായിട്ട് ഉസ്താദുമാരെ ഫിത്ന നോക്കി ഉസ്താദുമാരെന്ത് ചെയ്യുന്നു നോക്കി മാത്രം ജീവിക്കുന്ന അത്തരക്കാരെ ഇനിയെങ്കിലും ഒന്ന് മാറ്റി നിർത്ത്. പ്രിയപ്പെട്ടവരെ, യുവാക്കളെ ഒന്ന് കമ്മിറ്റിയിൽ കൊണ്ടുപോകാം. എന്നിട്ട് അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ മഹല്ല് വരണമെന്ന് കാണിച്ചു കൊടുക്കാൻ ധൈര്യമുള്ള യുവാക്കളുണ്ടോ ഈ നാട്ടിൽ? ഉണ്ടെങ്കിൽ ഒന്ന് മുമ്പോട്ട് പോവാം. അൽഹംദുലില്ലാ, അഷ്റഫ് ഉസ്താദുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വോയിസ് കിട്ടി. ആ വോയിസ് നിങ്ങൾ കേൾക്കണം.
വലിയ സന്തോഷം ഉണ്ടാക്കി. ഒരു മെക്കാനിക്കുകാരൻ്റെ വോയിസാണ്. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್. ಇದು ಎಲ್ಲ ಪಲ್ಲಿಡು ಸಮಸ್ತತಾಟ್ ಎಲ್ಲത്തും അവിടെ ഊടെ ആ പള്ളി ഈ പള്ളി ഉണ്ടല്ല, ഏത് പള്ളിയിൽ മഹിളക്കന്മാര് ഇങ്ങനത്തെ പരിസ്ഥിതിയിലുള്ളാറുണ്ട് നിങ്ങ ആരോട്ട് ചെല്ലുകാവുള്ളെങ്ക് ദയവ് ചെയ്ത് എല്ലാ ഉസ്താദ്മാരോട്ടും ഞാൻ ചെല്ലോ. നിങ്ങൾ ನನ್ನ ಈ ವಾಯ್ಸ್ ಎಲ್ಲರೂ ಉಸ್ತಾದ್ಮಾರಿಗೆ ಎತ್ತುಬಾಟು. ನನ್ನ ನಂಬರ್ ಇದ್ರಿಟ್ರೆ 9591088643. ಇದು ಆಸಿಫ್ ಆಪತ್ ಬಾಂಧ ಬಲ್ಕರ್ನೆ ಉಳ್ಳೆ. ഇങ്ങനത്തെ പരിസ്ഥിതിയിൽ ഉള്ളാർ നിങ്ങൾ ജി എടുക്കൊണ്ടു എപ്പം വിചാരിക്കണ്ട. നിങ്ങൾ ഒരു കോലാക്കൊരു നിങ്ങളോടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത്ര തീരു ആ രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പാക്കൂ അവിടെ പോലെ ഞാൻ ഇൻഷാല്ലാ ആക്കി തരുവാൻ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. അങ്ങനെ വേദന അനുഭവിക്കുന്ന ഉസ്താദുമാരാകട്ടെ എല്ലാവരെ വേദന മാറ്റാൻ വേണ്ടി നമ്മൾ മുമ്പോട്ട് വരണം എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ.